പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരോടുമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള 4 നുണകളെ നമുക്ക് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. 4ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഹരിസാറിന് ഫോളോ ചെയ്ത് വെച്ചോളൂ. 1ാമത്തെ കാര്യം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ട, കടുപ്പുള്ള സബ്ജക്റ്റ് പഠിച്ചാൽ മതി നല്ല മാർക്ക് കിട്ടാൻ. റോങ്. നിങ്ങൾ പഠിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് എളുപ്പമുള്ള ആയിക്കോട്ടെ കടുപ്പുള്ള ആയിക്കോട്ടെ നിങ്ങൾക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ അതിനെ അലോക്കേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളെ എളുപ്പമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പണി തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. 2ാമത്തെ ഒരു കാര്യം, ക്വാളിറ്റിയിലല്ല കാര്യം ക്വാണ്ടിറ്റിയിലാണ് കാര്യം എന്ന് പറയുന്നവരോട് നിങ്ങൾ നോ പറയുക. ക്വാണ്ടിറ്റി മാത്രമല്ല ക്വാളിറ്റിയിലും കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് 10-12 മണിക്കൂർ ഇരുന്നിട്ട് പോലും നിങ്ങളൊരു ചാപ്റ്റർ അല്ലെങ്കിൽ നിങ്ങളൊരു ചാപ്റ്ററിൻ്റെ പകുതി പോലും തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ വലിയ കാര്യമില്ല. നിങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നിങ്ങളെ തലയിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി, അതാണ് ക്വാളിറ്റി. അപ്പം ക്വാണ്ടിറ്റിയിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് കാര്യം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വരിക. നെക്സ്റ്റ് 3ാമത്തെ ഒരു കാര്യമാണ് ഉറക്കത്തിൻ്റെ കാര്യം. നിങ്ങളൊരു നൈറ്റ് പേഴ്സൺ ആയിരിക്കാം, നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ ആയിരിക്കാം. രണ്ടുപേർക്കും ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടുപേർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലായിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നൈറ്റ് പേഴ്സൺസിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ എക്സാമിൻ്റെ ടൈം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇപ്പോൾ രാവിലെയാണ് പിറ്റേ ദിവസത്തെ എക്സാം എങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ്, നിങ്ങൾ ആ സാക്രിഫൈസ് ചെയ്യുന്ന ഉറക്കത്തിൻ്റെ ഇമ്പാക്റ്റ് പിറ്റേ ദിവസം രാവിലെ എക്സാം ഹാളിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് എക്സാം എങ്കിൽ കുറച്ച് നേരെ മുന്നേ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക, രാത്രി അധികം നേരം ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അവസാനത്തെയാണ് 4ാമത്തെ. ഇത് കുറേ പേരൊന്നും സാറിനോട് സപ്പോർട്ട് ചെയ്യാൻ പോകില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ആ കാര്യം എത്രേ ഉള്ളൂ, ഷോർട്ട് നോട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവാൻ പോകില്ല. അതെന്താ സാർ പറയാൻ കാരണം, സാർ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന രീതി നിങ്ങളൊന്ന് മാറ്റി പിടിക്കുക. അതായത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നോക്കുക. അല്ലെങ്കിൽ വായിച്ചു പോകുന്ന സമയത്ത് തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എഫക്റ്റീവായിട്ട് ചിലപ്പം ഉണ്ടായിന്ന് വരില്ല, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവില്ല. സാറിന് ഇത്രേ പറയുള്ളൂ, സാറിൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. നിങ്ങളൊരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം നിങ്ങളത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ നോക്കുക, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ടാക്കാൻ നോക്കുക. എങ്കിൽ മാത്രമേ ഷോർട്ട് നോട്ട് കൊണ്ട് എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷോർട്ട് നോട്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് വലിയ മാർക്ക് കിട്ടാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെ ആരെയും പറയുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. നിങ്ങൾ കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഹരിസാറിന് പറയാനുള്ള ഒരു 4 കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്തോളൂ, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം. ബൈ.